2028 കർണാടകത്തിൽ ഇനി തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. അതായത് കർണാടക നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഇനി 2028. നിലവിലെ സാഹചര്യത്തിൽ ശിഥിലമായ അവസ്ഥയിലാണ് BJP ഇപ്പോൾ കർണാടകത്തിൽ. അവർക്ക് അതുകൊണ്ട് തന്നെ നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയം കളിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആദ്യം റെയിൽവേയിൽ തന്നെ തുടങ്ങുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പാലക്കാട് റെയിൽവേ ഡിവിഷൻ വീണ്ടും വിഭജിക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. 2007 അന്നത്തെ UPA സർക്കാർ പാലക്കാട് ഡിവിഷൻ വിഭജിച്ച് സേലം ഡിവിഷൻ ഉണ്ടാക്കി. അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള സമരങ്ങൾ സംഘടിപ്പിച്ചവരായിരുന്നു BJP. ഇന്ന് അതേ BJP തന്നെ പാലക്കാട് ഡിവിഷൻ വീണ്ടും വിഭജിക്കുകയാണ്. അത് മൈസൂർ ഡിവിഷനായി മാറുന്നു. കാസർഗോഡ് മുതൽ അങ്ങോട്ട് നീളുന്ന കുറേ പ്രദേശങ്ങൾ, അതായത് പാലക്കാടിനൊപ്പമുള്ള കുറേ പ്രദേശങ്ങൾ, റെയിൽവേയുടെ പ്രദേശങ്ങളൊക്കെ തന്നെ ഇനി മൈസൂർ ഡിവിഷനിലേക്ക് പോകുന്നു. ഇതിൽ ഒരു വിധത്തിലുള്ള ഉത്കണ്ഠയും വേണ്ടെന്ന് BJP നേതാക്കന്മാർ അവസാനം പറഞ്ഞു വയ്ക്കുന്നു. യാത്രക്കാരെ ബാധിക്കില്ല, മറ്റൊന്നിനെയും ബാധിക്കില്ല, അതുകൊണ്ട് ഇതിനെ ഗൗരവമായി കാണേണ്ട എന്നാണ്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 2007 പാലക്കാട് ഡിവിഷൻ വിഭജിക്കുമ്പോൾ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി. ആ കോച്ച് ഫാക്ടറി ഇന്ന് എവിടെയാണ്? അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത് നിർത്തിവെച്ചു. അത്തരമൊരു ഫാക്ടറിയുടെ ആവശ്യം ഇല്ല എന്ന് റെയിൽവേ തന്നെ പറയുന്നു. അത്യാവശ്യം കോച്ചുകൾ മറ്റ് സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി എന്ന് പറയുന്നത് നിർത്തുന്നു എന്ന് പറയുന്നു. അന്ന് പാലക്കാട് വിഭജിച്ചപ്പോൾ കേരളത്തിന് തന്നത് ഒരു കോച്ച് ഫാക്ടറി ആണെങ്കിൽ ഇപ്പോൾ BJP സർക്കാർ വീണ്ടും പറയുന്നു ഒരു പ്രശ്നവും ഉണ്ടാകില്ല, യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല, പാലക്കാട് ഡിവിഷന് കുറച്ചുകൂടി നേട്ടങ്ങളുണ്ടാകും, അതുകൊണ്ട് പുതിയൊരു ഡിവിഷൻ വരുന്നു, അത് മൈസൂർ കേന്ദ്രീകരിച്ച് ഡിവിഷൻ വരിക എന്ന് പറയുമ്പോൾ മംഗലപുരം ജംഗ്ഷനും മംഗലപുരം സെൻട്രലുമൊക്കെ അടങ്ങുന്ന റെയിൽവേ സ്റ്റേഷനുകൾ, അത് മാത്രവുമല്ല കാസർഗോഡിൻ്റെ പ്രധാനപ്പെട്ട മഞ്ചേശ്വരം ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷനുകൾ, ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ തന്നെ റെയിൽവേക്ക് ഉള്ള ഭൂമി, അതിനും അപ്പുറത്തേക്ക് 1100 കോടി രൂപയാണ് പ്രതിവർഷ വരുമാനം പാലക്കാട് ഡിവിഷനിൽ നിന്നുള്ളത്. നിലവിൽ ഡിവിഷൻ 2 കഴിയുമ്പോൾ അല്ലെങ്കിൽ പാലക്കാട് വീണ്ടും വിഭജിച്ച് കഴിയുമ്പോഴേക്കും ആ വരുമാനം പകുതിയിലധികമായി കുറയും. അതോടുകൂടി വരുമാനമില്ലാത്ത റെയിൽവേ ഡിവിഷനുകളെ തിരക്കി ഒരു വികസനവും എത്തുന്ന പതിവില്ല. അത് സ്വാഭാവികമാണ് എന്ന് തന്നെ പറയാൻ കഴിയും. അതല്ലാതെ യാത്രക്കാർക്ക് ഉത്കണ്ഠ വേണ്ട എന്ന് പറയുന്നതൊക്കെ BJPയുടെ മുട്ടുന്യായങ്ങൾ എന്ന് വേണമെങ്കിൽ പറഞ്ഞു നിർത്താം. പക്ഷേ അവിടെയല്ല. കേരളത്തിലെ ജനങ്ങൾ യാത്രയ്ക്കായി ആശ്രയിക്കുന്ന ഏറ്റവും കൂടുതൽ ദീർഘദൂര യാത്രക്കാരുള്ള പാലക്കാട് ഡിവിഷനിൽ നിന്നും മുംബൈയിലേക്കോ ബംഗളൂരുവിലേക്കോ ഒക്കെ പോകണമെങ്കിൽ ഇനി ടിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കുമൊക്കെ വേറൊരു ഡിവിഷനിലേക്ക് പോകേണ്ടി വരും. ഇത് മൈസൂർ ഡിവിഷനെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. എന്തായാലും കേരളത്തിലെ MP മാർ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. തിരുവോണ ദിവസം അവർ ഉപവസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു റെയിൽവേ ഡിവിഷൻ വിഭജിക്കുന്നതിലെ രാഷ്ട്രീയമല്ല, പക്ഷേ ഒരു നാടിൻ്റെ വികസനത്തിനെ വല്ലാതെ മുറിവേൽപ്പിക്കുന്ന രാഷ്ട്രീയമാണ് ഇവിടെ സംസാരിക്കേണ്ടത്. അതും കൃത്യമായി പറഞ്ഞാൽ റെയിൽവേയുടെ കാര്യത്തിൽ വല്ലപ്പോഴും ഒരു വണ്ടിയോ 2 റെയിൽവേ ലൈനോ അല്ലെങ്കിൽ ചെറിയ വികസനങ്ങളോ എന്നൊക്കെ പറഞ്ഞു പോകുന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ എന്തായാലും റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം കാര്യമായി നടക്കുന്നുണ്ട്. അത് ഇല്ല എന്ന് പറയാനാകില്ല. പല സ്റ്റേഷനുകളിലെയും പ്രവൃത്തികൾ പുരോഗമിച്ചു വരികയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ പാലക്കാട് ഡിവിഷൻ 2 ആക്കാൻ അല്ലെങ്കിൽ അത് വിഭജിച്ച് മൈസൂരിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മംഗലപുരത്തിൻ്റെ തീരദേശം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നും പാലക്കാടിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടിക്കൊണ്ടിരുന്നത്. ആ പ്രദേശങ്ങളെയെല്ലാം മാറ്റിക്കൊണ്ടാണ് ഒരു മൈസൂർ ഡിവിഷൻ വരുന്നത്. മാത്രവുമല്ല, അന്ന് കേരളത്തിലെ MP മാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ആ റെയിൽവേ ലൈനുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട്, റെയിൽവേയുടെ വസ്തുക്കൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സാറ്റലൈറ്റ് സ്റ്റേഷൻ തുടങ്ങണമെന്ന്. പക്ഷേ അതും യാഥാർത്ഥ്യമായില്ല. കേരളത്തിലെ റെയിൽവേ ലൈനുകളുടെ വികസനമോ അതിനുമപ്പുറം റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനമോ അല്ല.
ഏറ്റവും കൂടുതൽ യാത്രക്കാർ ഇന്ന് കേരളത്തിൽ ആശ്രയിക്കുന്നത് ട്രെയിനുകളെയാണ്. പല ട്രെയിനുകളിലും നിറഞ്ഞാണ് ആളുകൾ പോകുന്നത്. സാധാരണ ജനറൽ കമ്പാർട്ട്മെൻറ്റുകളിൽ പോലും ആളുകൾക്ക് കടന്നുകൂടാൻ കഴിയാത്ത തരത്തിലാണ് അവധി ദിവസങ്ങളിൽ യാത്രക്കാരുടെ യാത്ര. അത്രയധികം ബുദ്ധിമുട്ടാണ്. അതിനിടയിലാണ് പാലക്കാട് ഡിവിഷൻ വിഭജിക്കുന്നത്. അങ്ങനെ വിഭജനം ഉണ്ടായിക്കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ലഭിക്കുന്ന ഉള്ള വണ്ടികൾ കൂടി മറ്റൊരു ഡിവിഷനിലേക്ക് മാറപ്പെടുന്നു. ഒരു അടിയന്തര ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെയോ റെയിൽവേയുടെയൊക്കെ നിർദ്ദേശപ്രകാരം ഒരു ട്രെയിൻ ഓടണമെന്നുണ്ടെങ്കിൽ ഇനി മൈസൂർ ഡിവിഷനെ ആശ്രയിക്കേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് പോലും മൈസൂർ ഡിവിഷനിലേക്ക് മാറപ്പെടും. അത്തരത്തിലുള്ളൊരു നീക്കം വരുന്നു. ഇതിൻ്റെ പിന്നിൽ BJPയുടെ കൃത്യമായ രാഷ്ട്രീയ കണ്ണുണ്ട്. അതും കർണാടകത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ്. BJPക്ക് അവിടെ ഇനി പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞ് മുന്നോട്ട് പോകാനാവുകയുള്ളൂ. കാരണം കോൺഗ്രസ് അത്ര കണ്ട് വലിയ തരത്തിൽ ശക്തി പ്രാപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഭരണപരമായ നേട്ടങ്ങൾക്കപ്പുറം കോൺഗ്രസ് പലയിടങ്ങളിലും BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ അവരവരുടെ മേധാവിത്വം നേടി മുന്നോട്ട് പോകുന്നൊരു കാഴ്ചയുമുണ്ട്. അതുകൊണ്ടാണ് കണ്ണിൽ പൊടിയിടുന്നത് പോലെ മൈസൂർ ഡിവിഷൻ എന്ന് പറയുന്ന ഒരു പുതിയ റെയിൽവേ ഡിവിഷൻ, അതായത് റെയിൽവേയുടെ വികസനം പറഞ്ഞുകൊണ്ട് തെക്കൻ കന്നഡത്തിൽ നിന്ന് തുടങ്ങാൻ BJP ഈ ഡിവിഷൻ വിഭജനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കേന്ദ്രത്തിന് ഒരിക്കൽ പോലും പിന്മാറാൻ അവർ അനുവദിക്കത്തില്ല. വൈകാരിക വിഷയമായി അവർ ഇതിനെ കാണും, പ്രശ്നങ്ങൾ ഉയർത്തും. നമ്മൾ കാണുന്നതാണ് കാവേരി പ്രശ്നം. അതുപോലെ തന്നെ ഇതും ഒരു വൈകാരിക പ്രശ്നമായി തന്നെ കന്നഡയിൽ നിന്നുള്ള ആളുകൾ ഇതിനെ കാണും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വൈകാരിക പ്രശ്നങ്ങൾ, അതിൻ്റെ തലങ്ങളൊക്കെ മാറപ്പെടാം. എന്തായാലും അർദ്ധരാത്രിയിൽ ഉത്തരവിറക്കി തയ്യാറെടുക്കുകയായിരുന്നു കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് ആരും അറിഞ്ഞില്ല എന്ന മട്ടിലാണ് പല നേതാക്കന്മാരും സംസാരിക്കുന്നത്. നിലവിൽ കർണാടക പിടിച്ചെടുക്കണമെന്ന കേന്ദ്രത്തിൻ്റെ ബുദ്ധി അതിപ്പോൾ സംസ്ഥാന നേതാക്കളിലൂടെ എത്തിയതോടെയാണ് സംസ്ഥാന നേതാക്കളും മലക്കം മറിഞ്ഞിരിക്കുന്നത്. യാത്രക്കാർക്ക് ഇങ്ങനെ വിഭജനം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന്. രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ്, അല്ലാതെ വികസനത്തിൻ്റെ പേരിലല്ല വിഭജിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലുതായ ഒരു വികസനവും റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. കേവലം ട്രാക്കുകളും ഒപ്പം തന്നെ കുറേ റെയിൽവേ സ്റ്റേഷനുകളും. എന്നാൽ എത്രയോ കാലമായി കേരളം ആവശ്യപ്പെടുന്നതാണ് ശബരി റെയിൽ പദ്ധതി. അതുപോലും എങ്ങും എത്തിയിട്ടില്ല. പക്ഷേ അതിനുമപ്പുറം കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് ഉള്ള ഡിവിഷനുകൾ കൂടി വിഭജിച്ച് ഇല്ലാതാക്കി കേരളത്തിൻ്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ്.